നമസ്കാരം. അപ്പം ഇന്നലെയായിരുന്നു ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് മൂന്നാമത്തെ 2020 കളി. കാണാത്തവരൊന്ന് കാണണം, ഹൈലൈറ്റ്സൊക്കെ കാണണം. നല്ല സൂപ്പർ കളിയായിരുന്നു. ഇങ്ങനെ വേണം കളിക്കാൻ. നല്ല കിടിലം. ഇന്ത്യൻ്റെ ബാറ്റിംഗ് എന്ന് പറയാം, കിടിലം ബാറ്റിംഗ് ആയിരുന്നു. കളി ഞാൻ കണ്ടപ്പോൾ ഞാൻ വെച്ചു 15-10 ഓവറിനുള്ളിൽ കളി തീർത്തൊക്കെ വിചാരിച്ച കളിയല്ലേ കളിച്ചിരുന്നല്ല. 201 റൺ 200 റണ്ണ് ചേസ് ചെയ്യുമ്പോൾ ഇന്ത്യ ഇന്നലെ എടുത്ത സ്കോർ 76 റൺ എടുത്തത് 11.4 ഓവറിൽ 76 റണ്ണിന് ഓൾ ഔട്ട്. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ 10 ഓവറിനുള്ളിലോ 15 ഓവറിനുള്ളിലോ നിങ്ങൾ 200 റൺ എടുത്താലേ നിങ്ങൾ ജയിച്ചായി പ്രഖ്യാപിക്കുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ? ഒരു സംശയം ചോദിച്ചതാണ്. കാരണം ഇന്നലെ കളി കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നി. പവർ പ്ലേയിൽ 70 റൺ 80 റൺ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 200 റണ്ണല്ലേ ചേസ് ചെയ്യുന്നത്, 250-300 റണ്ണോ ഒന്നല്ലല്ലോ. പവർ പ്ലേയിൽ മിനിമം, എൻ്റെ കാൽക്കുലേഷൻ പ്രകാരം മിനിമം 45 മുതൽ 50 റണ്ണ് വരെ എടുത്താൽ പോരെ. 45 റണ്ണ് പോരെ. വിക്കറ്റ് 1-2 പോയാൽ ഒരു പ്രശ്നവുമല്ല. പിന്നെ ഈ ബാറ്റ്സ്മാൻമാർ കളിക്കാനുണ്ട്. ഇന്നലെ ഇന്ത്യക്ക് 5 ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ 52-5 ആണ്. 5 ഓവറിൽ 52-5. പവർ പ്ലേ വീണ്ടും 1 ഓവർ ബാക്കിയുണ്ട്. 6 ഓവറാണ് പവർ പ്ലേ. അതുകൊണ്ട് 5 ഓവർ ആകുമ്പോൾ 52-5. ഇതുവരെ പോയിട്ടാണ് ഇന്നലെ പറയുന്നത് കേട്ടെ. ആദ്യമായിട്ടാണ് തോന്നുന്നു പവർ പ്ലേയിൽ 5 വിക്കറ്റ് ഇന്ത്യനെ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ്റെ ബാറ്റ്സ്മാൻമാരുടെ സ്കോറൊന്ന് നോക്കാം. ഞാൻ ഓർഡറിൽ പേരൊന്നും പറയുന്നില്ല, ഓർഡറിൽ അതിൻ്റെ ലിസ്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. 10, 13, 5, 10, 3, 9, 2, 4, 5, 2. അവസാനത്തെ 4 എണ്ണം വിട്. 2, 4, 5 വിട്. കാരണം ബോളേഴ്സാണെന്ന് പറയാം നമുക്ക്. അതിന് മുമ്പില്ലത് ഓൾറൗണ്ടേഴ്സും ബാറ്റ്സ്മാൻമാരുമാണ്. അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തിലക് വർമ്മ വരുന്നതിന് മുമ്പ് അക്ഷർ പട്ടേൽ ബാറ്റ് ചെയ്യാൻ വരിക. ശിവൻ ഡൂബെ ബാറ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പേ ഹർഷിത് റാണ ബാറ്റ് ചെയ്യാൻ വരിക. അത് അവർക്ക് ഉണ്ടാക്കും ബാറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. അക്ഷർ പട്ടേൽ ഒക്കെ അത് പ്രൂവ് ചെയ്ത പ്ലെയർ ആണ്. എന്നാലും എന്തുകൊണ്ട് തിലക് വർമ്മേനെ പോലെ പ്യുവർ ബാറ്റ്സ്മാൻ ഇല്ലപ്പോൾ എന്തുകൊണ്ട് അക്ഷർ പട്ടേലിനെ കീച്ചു? അതൊക്കെ വിടാം, അതവിടെ വിടാം. ഇനി ശിവൻ ഡൂബെക്ക് വരെ എന്തുകൊണ്ട് ഹർഷിത് റാണ വന്നു? ലോജിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പം തിലക് വർമ്മേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തിലക് വർമ്മേൻ്റെ ഇഷാൻ കിഷൻ്റെ അവസാനത്തെ 5 ഇന്നിങ്സിലെ സ്കോർ ഞാൻ പറയാം. ഇഷാൻ കിഷൻ 1, 12, 0, 49. ആ 49 റൺ എടുത്ത 40 ബോളിലാണ്. 13 തിലക് വർമ്മ 19, 55, 13, 24. ഇന്നലത്തെ സ്കോർ 3. 55 റൺ എടുത്ത 46 ബോളിലാണ്. 19 എടുത്ത് 21 ബോളിൽ, 13 എടുത്ത 13 ബോളിൽ. പിന്നെ കഴിഞ്ഞ 2020-ലാണ് 24 റണ്ണ് 11 ബോൾ എടുത്തത്. ഇന്നെല്ലാം 3 റണ്ണ് 11 ബോളിൽ. അല്ല, 2 അക്കം കടന്ന ടീം നിലനിൽക്കാൻ പറ്റുമോ? അല്ല, സഞ്ജു സാംസൺ 2 അക്കം കടക്കാത്തതുകൊണ്ടാണ് സഞ്ജു സാംസനെ പുറത്താക്കിയത്. അല്ല, സഞ്ജു സാംസൺ 2 അക്കം എത്തിയിട്ട് അതാ ചോദിച്ചത് ഞാൻ. എന്നാണ് ഇവർ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ കളിക്കുന്നെങ്കിൽ ഏടെ സീരീസ് ജയിക്കാനാ? ഓക്കെ, ഒരു കളിയൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും, അത് ഓക്കെ. ഇതെന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? 125 റണ്ണിനാണ് തോറ്റേ. 125 റണ്ണ്. ഇതിനു മുമ്പേ നമ്മൾ ഏറ്റവും കൂടുതൽ റണ്ണിന് തോറ്റത് 80 റണ്ണാണ്. 45 റണ്ണ് അധികം. ഞാൻ 100 തേക്കുമെന്ന് വിചാരിച്ചു ഇന്നലെ കളി കണ്ടപ്പോൾ. എവിടെ 100 തേക്കാൻ? ഇങ്ങനെ പോയാൽ 100 തേക്കും ആരെങ്കിലും? അല്ല, വളരെ മോശം ബാറ്റിംഗ് എന്ന് വെച്ചാൽ വളരെ മോശം ബാറ്റിംഗ്. ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഈ സീരീസിൽ ഒരു കളി പോലും ജയിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത കളിയിൽ അടുത്ത 4ാമത്തെ 20-ൽ എന്താ ഒരു മാറ്റം വരുത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. ബോളിംഗ് ഒന്നും അത്ര വലിയ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബോളിംഗ് വലിയ കുഴപ്പമില്ലാതെ പോയി. അതേപോലെ തന്നെ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ബോളിംഗ് ഒന്നും വലിയ പ്രശ്നമില്ലാതെ പോയി. അടുത്ത കളിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്താൻ സാധ്യത എന്നുള്ളത് കണ്ടറിയണം. അടുത്ത കളി ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലേയിങ്ങിൽ വലിയ മാറ്റം വരാനില്ല, എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പം അടുത്ത കളി കാണുന്നവരേക്കും ബൈ, സി യു.